നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ PM കിസാൻ സമ്മാൻ നിധി പോലത്തെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന വാർത്ത പരന്നതോടെ ഇപ്പോൾ കൃഷിഭവനുകളിലെല്ലാം വലിയ തിരക്കാണത്. അഗ്രിസ്റ്റാക്കിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറഞ്ഞത് അഗ്രിസ്റ്റാക്ക് എന്താണെന്നെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഒരു കർഷക രജിസ്ട്രേഷൻ ആണെന്നും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ID കാർഡ് ലഭിക്കുമെന്നും കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുമെല്ലാം കേട്ടുകാണും. എന്തായാലും അഗ്രിസ്റ്റാക്ക് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ കാർഷിക മേഖലയെ പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിടുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇത്. കർഷക രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനും സബ്സിഡി വിതരണം മെച്ചപ്പെടുത്തുന്നതിനും ആധാറുമായി ബന്ധിപ്പിച്ച കർഷക ID-കളുമായി ഭൂരേഖകൾ സംയോജിപ്പിക്കുന്നതിനാണ് അഗ്രിസ്റ്റാറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ PM കിസാൻ കിട്ടില്ലെന്നായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സംഭവം അവിടെ തന്നെ ഉണ്ടെങ്കിലും ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കേൾക്കാനില്ല. അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞവരെല്ലാം ഇപ്പോൾ അഗ്രിസ്റ്റാക്കിലാണ് പിടിച്ചിരിക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കതിർ ആപ്പ് സംസ്ഥാന സർക്കാരിൻ്റെതാണെന്നും PM കിസാൻ തരുന്നത് കേന്ദ്ര സർക്കാരാണെന്നും അത് ആർക്കൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. അതിനുവേണ്ടി PM കിസാൻ എന്നൊരു പോർട്ടൽ തന്നെ ഉണ്ട്. എല്ലാ അപ്ഡേറ്റുകളും അവിടെ ഉണ്ടാകും. കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്ത ആർക്കും PM കിസാൻ കഴിഞ്ഞ ഗഡു മുടങ്ങിയിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കാമല്ലോ. അഗ്രിസ്റ്റാക്ക് അതുപോലെ ആയിരിക്കുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി. ഇത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. കേരളത്തിലെ കർഷകരുടെ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിലൂടെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അഗ്രിസ്റ്റാക്ക് 2021 ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും 2024 ജൂലൈ മാസത്തിലാണ് ലോഞ്ച് ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങൾ അന്നു മുതൽ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചെങ്കിലും കേരളത്തിൽ ഇപ്പോഴാണ് തുടക്കമായത്. എല്ലാറ്റിനെയും ആദ്യം എതിർക്കുക എന്നത് നമ്മുടെ ശീലമാണത്. സംസ്ഥാനത്തെ കർഷകരുടെ ഡാറ്റ കേന്ദ്ര സർക്കാരിന് കൈമാറുമ്പോൾ കർഷകരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന ആശങ്കയെ ചൊല്ലിയാണ് നാം പുറംതിരിഞ്ഞു നിന്നത്. ഇന്നത് ഏറ്റെടുത്തിരിക്കുന്നു. അത് പതിവാണല്ലോ. ആശങ്കകളൊക്കെ പരിഹരിക്കപ്പെട്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. PM കിസാൻ കിട്ടണമെങ്കിൽ അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ? കൃഷിഭവനിൽ പോയില്ലെങ്കിൽ PM കിസാൻ മുടങ്ങുമോ എന്നൊക്കെയാണ് മനസ്സിലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം എന്നതാണ് അതിനുള്ള ഉത്തരം. കാരണം ഇനിയൊരിക്കൽ കർഷക ID ഉള്ളവർക്ക് മാത്രമാണ് PM കിസാൻ ലഭിക്കുകയുള്ളൂ എന്നെങ്ങാനും ഒരു അപ്ഡേറ്റ് വന്നാൽ രജിസ്റ്റർ ചെയ്യാത്തവരെല്ലാം കുടുങ്ങിപ്പോകും. അതുകൊണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. ഞാൻ ഒരു കർഷകനാണ് എന്ന് തെളിയിക്കുന്ന രേഖയാണ് കർഷക ID. കർഷകർക്കാണ് PM കിസാൻ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ PM കിസാൻ കിട്ടണമെങ്കിൽ അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തേ പറ്റൂ. കർഷകരെയും കാർഷിക മേഖലയെയും ലക്ഷ്യമാക്കി സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ ഡാറ്റാബേസുകളുടെയും ഒരു ശേഖരമാണ് അഗ്രിസ്റ്റാക്ക്. കാർഷിക ഭക്ഷ്യ മൂല്യ ശൃംഖലയിലുടനീളം end-to-end സേവനങ്ങൾ നൽകുന്നതിനായി കർഷകർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമാണ് അഗ്രിസ്റ്റാക്ക്. പദ്ധതിയുടെ ഭാഗമായി ഓരോ കർഷകനും ഒരു തിരിച്ചറിയൽ കാർഡ് അഥവാ കർഷക ID ലഭിക്കും. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കർഷക ID-യിൽ വ്യക്തിഗത വിവരങ്ങൾ, ഉൽപാദനക്ഷമത, സാമ്പത്തിക വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. വായ്പയുടെ വിവരങ്ങളെക്കുറിച്ച്, കീടബാധയെക്കുറിച്ച്, വില വിവരങ്ങളെക്കുറിച്ച്, വിളവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നിവയെല്ലാം ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മനസ്സിലാക്കാൻ കഴിയും. ഇത് കാർഷിക വ്യവസായത്തിലെ നവീകരണത്തെയും നിക്ഷേപത്തെയും പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ പ്രതിരോധശേഷിയുള്ള വിളകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ ആരംഭിച്ച അഗ്രിസ്റ്റാക്ക് പോർട്ടൽ ഇന്ത്യൻ കൃഷിയെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ ഡ്രൈവാണ്. ഇത് പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള കർഷകരുടെ കാർഷിക ഡാറ്റയെ ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു. കൃഷി ഇറക്കുന്നതിനായി ഭൂമി ഒരുക്കുന്ന രീതി മെച്ചപ്പെടുത്തുക, കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, സബ്സിഡികൾ തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നിവയൊക്കെയാണ് അഗ്രിസ്റ്റാക്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ, വിളകൾക്കുള്ള നിർദ്ദേശങ്ങൾ, മണ്ണിന്റെ വിവരങ്ങൾ എന്നിവ ഇതിലൂടെ അറിയാൻ കഴിയും. കാർഷിക ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ഡിജിറ്റൽ സംവിധാനവും ലഭ്യമാകും.
വിളകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ വിളവെടുപ്പിനെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയും. ഓരോ കർഷകന്റെയും ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള സർക്കാർ സേവനങ്ങൾ ലഭ്യമാകും. സബ്സിഡികളും ആനുകൂല്യങ്ങളും ഓരോ കർഷകനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നു. AI ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷിക പരിഹാരങ്ങൾ സാധ്യമാകുന്നു. എങ്ങനെ ഭൂമി ഒരുക്കണമെന്നും കീടനാശിനി ഉപയോഗിക്കണമെന്നും ജലവിതരണം നടത്തണമെന്നും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അറിയുവാൻ കഴിയുന്നു. കാർഷിക സാങ്കേതിക സ്റ്റാർട്ടപ്പുകൾക്ക് വളരാനുള്ള അവസരമൊരുക്കുന്നു. സുസ്ഥിരമായ കൃഷിരീതിയെക്കുറിച്ച് ഓൺലൈനിലൂടെ മനസ്സിലാക്കാനും കൃഷിയുടെ വിളവും ലാഭവും വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. വിളവെടുപ്പിനെക്കുറിച്ച് മുന്നറിയിപ്പുകൾ ലഭിക്കുന്നു. ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളകളെ നിരീക്ഷിക്കാൻ കഴിയുന്നു. ഓരോ കർഷകന്റെയും വിളയ്ക്ക് എപ്പോൾ ജലസേചനം നടത്തണമെന്നും എത്ര വെള്ളം വേണമെന്നും സാങ്കേതിക വിദ്യയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത്രയും സാധ്യതകളുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ ആധാർ തന്നെ ഒരു ആശങ്കയല്ലേ? അതിനെയെല്ലാം മറികടന്ന് നാം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതൊന്നുമല്ലല്ലോ ഇത്. അതുകൊണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക, ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. PM കിസാൻ അപ്ഡേഷൻ്റെ മറവിൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. എല്ലാവരും പെട്ടുപോകാതിരിക്കുക. അഗ്രി സ്റ്റാക്കിലേക്ക് രജിസ്ട്രേഷൻ നടക്കുന്നത് കൃഷിഭവനുകളിൽ മാത്രമാണ്. ഇപ്പോൾ പത്രവാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഒരു APK ഫയൽ വാട്സപ്പുകളിൽ വരുന്നുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ വിവരണങ്ങൾ നൽകിയിട്ട് ഒരു APK ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ് വാട്സപ്പുകളിൽ പ്രചരിപ്പിക്കുന്നത്. എല്ലാവരും വീണ് പോകരുത്. ഒരു APK ഫയലും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലാകും. പിന്നീട് നമ്മുടെ അക്കൗണ്ടിലുള്ള പണമെല്ലാം അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് നടക്കുന്നത്. അതിലാരും വീണു പോകരുത്. ഓക്കെ, ഒന്നുകൂടി പറയട്ടെ. PM കിസാൻ വാങ്ങിക്കുന്നവരായാലും കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുള്ളവരാണെങ്കിലും ഫസൽ ബീമ യോജന കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഇതുപോലുള്ള പദ്ധതികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരും കൃഷിഭവനിൽ പോയിട്ട് അഗ്രി സ്റ്റാക്കിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടത് ആധാർ കാർഡ്, അതുപോലെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ, കരമടച്ച റെസീറ്റ് എന്നിവ സഹിതം കൃഷിഭവനിൽ പോയി കഴിഞ്ഞാൽ സൗജന്യമായിട്ട് രജിസ്ട്രേഷൻ നടത്താൻ കഴിയും. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.